ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുരഭി കിച്ചൺ. ഇന്ന് ഞാൻ ഗ്ലൂക്കോസ് സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് ഷുഗർ സിറപ്പ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുകയും അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു വെസലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് ബോയിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. ഇത് നമ്മൾക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയെടുക്കാം. ഇനി ഇതൊന്ന് നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇടയ്ക്കൊന്നും ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ഇതിൽ ചേർത്തിരിക്കുന്ന പഞ്ചസാര നല്ലപോലെ മെൽറ്റായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരക്ക് 1/4 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അതിൽ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് പഞ്ചസാരക്കാണ് ചെയ്യുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളവും പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് കുറച്ച് കുറുകി വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറച്ചൊന്ന് വറ്റിയെന്ന് കാണുമ്പോൾ നമ്മൾക്ക് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം കൂടി തിളച്ച് കഴിയുമ്പോൾ സിറപ്പ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിടാം. ഇനി കുറച്ചൊന്ന് തവിയിലെടുത്ത് ഒഴിച്ച് നോക്കുമ്പോൾ വെള്ളം പോലെയാണ് വീഴുന്നതെങ്കിൽ നമ്മളുടെ സിറപ്പ് റെഡിയായില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും തവിയിൽ കുറേശ്ശെ എടുത്തൊന്ന് ഇതുപോലെ ഉയർത്തി വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതൊരു ഡ്രോപ്പ് പോലെ വീഴുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ചെയ്യുന്നതാണ്. ഇത് ഞാനൊരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇത് ചേർത്തതിന് ശേഷം ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് കയ്യിലെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഷുഗർ സിറപ്പ് റെഡി ആയെന്നാണ്. ഇതിനെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വാങ്ങി വെക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പേ തന്നെ ഞാനിതൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാനൊരു ബൗളിലേക്ക് ഒഴിക്കുന്നത്. നിങ്ങൾ അന്ന് തന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒഴിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഐസ്ക്രീമിന് ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ ഞാനിതൊരു ബൗളിൽ ഒഴിച്ച് ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ലിക്വിഡ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. തണിയുന്ന സമയത്ത് കുറച്ചുകൂടി തിക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ്, അതായത് ഈ ഗ്ലൂക്കോസ് സിറപ്പ് നല്ലപോലെ തണിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഈ സിറപ്പ് നമ്മൾക്ക് ചോക്ലേറ്റ് പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുവാൻ ഇത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. ഇനിയൊരു പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്